ഭൂമിയിലാകട്ടെ അതിനിടയിലാകട്ടെ എവിടെയും ഒരണുമണി തൂക്കം അധികാരം ഞാൻ കൊടുത്തിട്ടില്ല. സമസ്തക്കാരെ, മുത്തുക്കോയ തങ്ങളെ, പേരോടുമാരെ, അള്ളാഹു ഒരു അണുമണി തൂക്കം കഴിവ് ആകാശഭൂമികൾക്കിടയിൽ ഒരു സിട്ടിക്കും കൊടുത്തിട്ടില്ല എന്ന് അള്ളാഹു പറയുമ്പോൾ സർവാധികാരവും കൊടുത്തു എന്ന ഈ മഹാകുഫ്ർ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഒരു ഖുർആനിക വചനാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കേട്ടോ, ഇത് 34:22, 17 അധ്യായം 56-57. ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോളിട്ടോ. അതെന്താ? അർത്ഥം വെക്ക്. നേർക്ക് നേരെ അതിന്റെ അർത്ഥം എന്താ അറിയോ? നേർക്ക് നേരെ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നേർക്ക് നേരെ അതിന്റെ അർത്ഥം നിങ്ങൾ കേട്ടോളൂ. നബിയേ, അള്ളാഹുവിനോർമ്മേ, നിങ്ങൾ വാദിച്ചു പോരുന്നവരെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ. നിങ്ങളിൽ നിന്ന് ഒരു ഉപദ്രവം നീക്കുവാൻ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യുവാനുള്ള കഴിവ് അവരുടെ അധീനത്തിലില്ല. ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖ്റബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ. ഉസൈർ നബി, ഈസാ നബി, മറിയം ബീവി, ഇവർക്ക് പോലും ഈ കഴിവൊന്നും അള്ളാഹ് കൊടുത്തിട്ടില്ല. അവര് പോലും അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുക, അള്ളാഹുലേക്ക് വസീല തേടുക. എന്നിട്ടും നിങ്ങൾ നിങ്ങളെ രക്ഷിക്കുന്നു വിചാരിക്കുകയാണോ എന്ന്. രണ്ടാമത്തെ ആയത്ത്. മൂന്നാമത്തെ 4 ആയത്താണ് ഞാൻ ഉദ്ധരിക്കുന്നത്. യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വശഖറ ശംസ വൽ ഖമറ കുല്ലും യജ്രി ലിഅജലിൻ മുസമ്മ ദാലികും അല്ലാഹു റബ്ബുക്കും വല്ലദീന തദഊന മിൻ ദൂനി മാ യംലികൂന മിൻ കിത്മീർ. ശരിക്കൊരു ഈത്തപ്പനക്കുരു കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടീനോ? അത് അല്ലാഹ് എന്താ പറയണറിയോ? രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നവനല്ല. ശരിക്ക് ഈ ലോകത്തിന്റെ സകല നിയന്ത്രണവും സി എം അടവൂരിനാണെങ്കിൽ രാവുണ്ടാക്കുന്നതും പകലുണ്ടാക്കുന്നതും സി എം അടവൂരാകണം. സൂര്യനെ ഉദിപ്പിക്കുന്നതും ഇവിടെ എന്താ പറയുന്നത്? യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വസഖറ ശംസ വൽ ഖമറ. കണ്ടോ? സൂര്യനെയും ചന്ദ്രനെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്ന അള്ളയാണ്. ഇവര് പറയുന്നത് സി എം അടവൂരാണ്. നരകത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ മൊയ്തീൻ ശൈഖേ എന്നാണ് ഇവര് പറയുന്നത്. ആലോചിച്ച് നോക്കുക നിങ്ങൾ. എന്നിട്ട് അല്ല പറയുന്നതാ മാ യംലികൂന എന്ന് പറഞ്ഞാൽ ഉടമപ്പെടുത്തുന്നു എന്നല്ല, കഴിവ് കൊടുത്തു എന്നല്ല. കഴിവ് കൊടുത്തിട്ടില്ല. എന്തിന്? ഒരു ഈത്തപ്പനക്കുരുവിന്റെ പാടല്ലേ, അതുപോലും അധീനപ്പെടുത്താൻ, എത്രയോ നിസാരമായ ഈത്തക്കുരുവിന്റെ പാട അധീനപ്പെടുത്താനുള്ള കഴിവ് നിങ്ങൾ ഈ വിളിക്കുന്നവർക്കില്ല. കാരണം ഇങ്ങനെ പറയാൻ എന്താ കാരണം? കഴിവ് കൊടുത്തിട്ടില്ല എന്നുള്ള പറയാൻ കാരണം, കൊടുത്ത കഴിവെന്നാ ചോദിക്കുന്നതെന്ന് വാദിക്കുന്ന സമസ്തയുടെ മുഖ്യ രക്ഷാധികാരി അബൂജയിലുള്ള മക്കയില് ഇതിങ്ങനെ തന്നെ പറയണം കേട്ടോ. എനിക്ക് സകല പ്രഭാഷകന്മാരോടും നിങ്ങൾ ഇസ്ലാമിനോട് നീതി പുലർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പറയണം. അബൂജയിലായിരുന്നു അന്ന് സമസ്തയുടെ നേതാവ്. സത്യമായി മക്കയിൽ ഇന്ന് സമസ്തയുടെ നേതാക്കന്മാരെ പോലെ നേതാവായിരുന്നു അബൂജയില്. ഈ രംഗങ്ങൾ ശരിക്കും ഓർക്കണം. ഒരു ആയത്തോട് പറഞ്ഞിട്ട് നമുക്ക് അതിൽ കടക്കാം. ഒരായത്തൂടെ ഇങ്ങ് പറയാം. അതെവിടെയാന്ന് പറഞ്ഞാൽ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജ് 73-ാമത്തെ വചനം. യാ അയ്യുഹന്നാസ് ളുരിബ മസലുൻ ഫസ്തമിഉ ലഹു. മനുഷ്യരെ, ഒരു ഉദാഹരണം ഇതാ പറയുന്നു. ആ ഉദാഹരണം നിങ്ങൾ സ്വീകരിച്ചാൽ, ശ്രദ്ധിച്ച് കേട്ടാൽ, ആ ഉദാഹരണത്തിൽ അല്ലാഹ് പറയാ ലം യഖ്ലുഖു ദുബാബ. നിങ്ങൾ അല്ലാഹുക്ക് പുറമെ വിളിക്കുന്നവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടുണ്ടോ? ഒരു ഈച്ചയെ സൃഷ്ടിക്കാനുള്ള കഴിവ് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടോ? ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണവും ഒരു ഇല പോലും കൊഴിയുന്നില്ല സി എം അടവൂർ അറിയാതെയെന്നാ. അത് അള്ളാഹിനെ പറ്റി 6-ാം അധ്യായം 59-ാമത്തെ വചനത്തിൽ പറഞ്ഞ ഒരു ഇല കൊഴിയുന്നില്ല അള്ളാഹ് അറിയാതെ, ഒരു ഇല കൊഴിയുന്നില്ല സി എം അടവൂർ. അപ്പൊ രണ്ടല്ലുണ്ടോ? ചിന്തിക്ക്. സമസ്തക്ക് പൂർണ്ണമായിട്ട് അല്ലുണ്ട്. അള്ളാഹിനേക്കാൾ അവർ വിലമതിക്കുന്ന അള്ളാഹ് ആധുനിക സി എം അടവൂർ. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു പച്ച മനുഷ്യൻ, സ്വർണ്ണ ചെയിനൂട്ട്, നോമ്പിൽ മൂക്കറ്റം തിന്ന് 10 കൊല്ലം നിസ്കരിക്കാതെ ജീവിച്ച ഒരു മനുഷ്യൻ. ഒന്ന് ആലോചിച്ച് നോക്കണോ? അയാൾക്ക് ചിലപ്പോൾ അള്ളാന്റെ അടുത്ത് ഉതിറുണ്ടാവും. കാരണം ആ സാധു ഇതൊന്നും അറിയും. 10 കൊല്ലം സ്വബോധമുള്ള ഒരുത്ത നിസ്കരിക്കാണ്ടിരിക്കുമോ? ഒരൊറ്റ സുബൈ ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ട് മരിക്കുന്നവരെ കരഞ്ഞ ആളാര്? അൻസറുള്ളാനു. മരിക്കുന്നവരെ
മരിക്കുന്നവൻ ഒരൊറ്റ ജമായത്ത് നഷ്ടപ്പെട്ടിട്ട് 10 കൊല്ലം ജമായത്ത് നഷ്ടപ്പെട്ടിട്ട് കുറ്റബോധമില്ലാത്തൊരു മനുഷ്യൻ ഏതായാലും മാനസികമായിട്ട് നല്ല ഇതിലാവോ? നിങ്ങൾ ചിന്തിക്ക്, ആലോചിച്ചു അടച്ചോ തന്ന തലച്ചോറോട് ചിന്തിക്ക്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാബത്തിന്റെ അടുത്ത് നിൽക്കുക. ഇത് ശരിക്കും കേട്ട് മനസ്സിലാക്കി പോയിക്കോളി. കാബത്തിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക. കാബത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇബ്നു അബ്ബാസ് അവിടെ നിൽക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് കേരള നദുവത്തുൽ മുജാഹിദിന്റെ പ്രസിഡന്റ് അല്ല, വിസ്തത്തിന്റെ പ്രസിഡന്റ് അല്ല. ഇബ്നു അബ്ബാസ് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ്, റസൂൽ ഇങ്ങനെ കൈ തലയിൽ വെച്ച് ദുആ ചെയ്ത ഇബ്നു അബ്ബാസ്, സ്വർഗാവകാശിയാവുമെന്ന് ഉറപ്പുള്ള ഇബ്നു അബ്ബാസ്. ആ ഇബ്നു അബ്ബാസ് നമുക്ക് പറഞ്ഞു തരിക കിതാബുൽ ഹജ്ജ് സഹീഹ് മുസ്ലിം എന്തറിയോ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അത് പറഞ്ഞപ്പോൾ റസൂൽ എതിർത്തില്ല. കാരണം റസൂൽ വിശ്വസിച്ച അള്ളാഹുലാണ്. അബൂജഹൽ ആ ലബ്ബൈക് അല്ലാഹുമ്മ പറയുന്നത്. അത് പറയുമ്പോൾ നബി ഇങ്ങനെ നിൽക്കും. ശരിക്കും ശ്രദ്ധിച്ചോട്ടെ, കഅബത്തിന്റെ അടുത്ത് നിൽക്കുക. അപ്പൊ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് മക്കാ മുശ്രിക്കുകൾ വരിക. അപ്പൊ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്നൊക്കെ ഒരു പറഞ്ഞു വരുമ്പോൾ റസൂൽ പറയും വൈലക്കും. ഫയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈലക്കും ഖത് ഖത്. റസൂൽ പറയും മതി മതി മതി, അവിടെ വെച്ച് നിർത്ത്. എന്താ അവിടെ വെച്ച് നിർത്ത്, നിങ്ങൾക്ക് നാശം എന്ന്? അതിന്റെ അപ്പുറത്ത് എന്തോന്നോല് പറഞ്ഞിരുന്നു. അത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു. അതുകൊണ്ടാണ് ഞാൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത്. ഇപ്പൊ തൊഴിയൂർ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ ഇപ്പൊ പറഞ്ഞു, കാന്തപുരം പറഞ്ഞു. അതുകൊണ്ടാ പറയുന്നത് മക്കയിലെ അബൂജഹലും ഈ നാട്ടിലെ അബൂബക്കറും ഒരേ ആശയം പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു നിങ്ങൾക്ക് നാശാണ്, നിർത്തിക്കളാം. എന്ത് പറഞ്ഞപ്പോ? ഇല്ല, എനിക്ക് കേട്ടോ, ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. നിനക്ക് ഒരു തരത്തിലുള്ള കൂറുകാരുണ്ട്. ആ കൂറുകാരുടെ പ്രത്യേകത എന്താ? ഒരു കഴിവും അവർക്ക് സ്വന്തമായിട്ടില്ല. നീ കൊടുത്ത കഴിവല്ലാതെ. അപ്പൊ അള്ളാഹ് കൊടുത്ത കഴിവെന്നാ ഞങ്ങൾ ചോദിക്കണെന്ന് പറഞ്ഞാൽ അത് നാശാണ്, ശിർക്കാണ്. ഇനി പറയൂ, ആ കഴിവ് ഇവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുടെ പരലോകം എന്താ? ഞാൻ ഒന്നുകൂടി പറയാ, അബൂജഹൽ ബദർ യുദ്ധത്തിന് വരുമ്പോ എന്താ പറയണ? അള്ളാഹുവേ നിനക്കറിയാം ഞങ്ങൾ നീ പഠിപ്പിച്ച മതത്തിലാണ്. മുഹമ്മദ് വന്നിട്ടുണ്ട് ഒരു പുത്തൻ വാദമായിട്ട്, അള്ളാഹിനോട് മാത്രം തേടുന്ന വാദവുമായിട്ട്. ഞങ്ങളോ നീ കഴിവ് കൊടുത്ത ഔലിയാക്കളോടും തേടാന്ന് പറഞ്ഞ ആളാ. അതുകൊണ്ട് ഈ രണ്ടാലൊരു ടീമിനെ നീ ജയിപ്പിക്കണേ. ചിന്തിക്ക്, നല്ലോണം ചിന്തിക്ക്. അങ്ങനെ വന്ന അബൂജഹൽ തോൽക്കുക ചെയ്ത്. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ തങ്ങന്മാരെ പരമ്പരയും നബി പരമ്പരയും ഒക്കെ പറയുന്നുണ്ടല്ലോ. ഇപ്പോ നൗഷാദ് ഹുസൈനി പ്രസംഗിക്കുന്ന എന്താ അറിയുന്നത്? ബദർ യുദ്ധത്തിൽ സഹാബികൾ നബിയോട് അഭയം തേടി, നബി അഭയം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇവൻ ശിർക്ക് പ്രചരിപ്പിക്കാൻ. ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഹൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ വലഖദ് നസ്റകുമുല്ലാഹു ബിബദറിൻ വഅൻതും മദില്ല. ആകാശത്തേക്ക് കൈ ഉയർത്തി കക്ഷത്തിലെ വെള്ള കാണുമാറ് നിങ്ങൾ അല്ലാഹുവോട് ഇസ്തിഗാസ നടത്തി. 8:9 അല്ലാഹ് പറയാ. സൂറത്ത് ആൽ ഇംറാന്റെ 124 അല്ലാഹ് പറയാ അല്ലാഹ് ഞങ്ങളെ സഹായിച്ചേ. എന്നിട്ട് പറയാണ് മുഹമ്മദ് നബിയിൽ അഭയം തേടുകയായിരുന്നു. നോക്കണം, ആ ടിസ്റ്റ് നോക്കണം നിങ്ങൾ. തീർന്നില്ല. ഒരു പോയിന്റ് മനസ്സിലായിക്കോ, ഒരു പോയിന്റ് ശരിക്കും മനസ്സിലായിക്കോ. അബൂജഹൽ ബദറിൽ കൊല്ലപ്പെടുമ്പോ എന്ത് വിശ്വസിച്ച? അല്ലാഹ് ഉണ്ട് എന്ന് വിശ്വസിച്ചിട്ട്. അള്ളയാണ് ലോകം നിയന്ത്രിക്കുന്നത്. കാന്തപുരത്തിനെ പോലെ പോലും ആയിരുന്നില്ല. കാന്തപുരം എന്താ പറഞ്ഞ്? CM അടവൂര ലോകം നിയന്ത്രിക്കുന്നത്. നൗഷാദ് ഹുസൈൻ എന്താ പറഞ്ഞ്? CM അടവൂര ലോകം നിയന്ത്രിക്കുന്നത്. നേരെ മറിച്ച് അബൂജഹലോ ലോകം നിയന്ത്രിക്കുന്നതിൽ ഒരു പങ്കും ഞങ്ങൾ വിളിക്കുന്ന ഒരൗലിയാക്കില്ല. അതെവിടെ പറയുന്നത്? 10-ാം അധ്യായം 31-ാമത്തെ ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലികു السمع والابصار ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الامر فسيقولون الله فقل فلا تتقون. ആരാ നിർജീവാവസ്ഥയും ജീവാവസ്ഥയിലേക്ക്? ആരാ കണ്ണിന് കാഴ്ച നൽകിയത്, കാതിന് കേൾവി നൽകിയത്? ആരാ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഭക്ഷണം നൽകിയത്? ഫമൻ യുദബ്ബിറുൽ അംറ, ആരാ ലോകത്തെ നിയന്ത്രിക്കുന്ന മുദബ്ബിർ? അബൂജഹൽ പറയാണ് മുഹമ്മദ് ഇത് എന്ത് ചോദ്യം? അള്ളയാണ് ഞങ്ങൾക്കറിയാം. പിന്നെന്താ നിങ്ങളെ പ്രശ്നം? ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, പടച്ചോന്റെ അടുത്ത് ഒരു ശുപാർശകരാവുന്നു. അപ്പൊ അബൂജഹലിനാണോ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കാണോ ഈമാൻ കുറച്ച് ബെറ്റർ? ചിന്തിക്ക്, തലച്ചോറ് കൊടുത്ത് ചിന്തിക്ക്. എന്നിട്ട് മുജാഹിദായി. ഇത് ഉൾക്കൊള്ളാൻ മുജാഹിദുക്കും കഴിയുന്നില്ലേ? മെല്ലെ വിട്ടോ വണ്ടി, മെല്ലെ വിട്ടോ. നിങ്ങൾക്ക് ഇതിൽ മെമ്പറാകാൻ വകുപ്പില്ല. ശരിക്കും മനസ്സിലാക്ക്, നല്ലോണം ചിന്തിക്ക്. ഇനി നമുക്ക് അടുത്ത ഇതിൽ നമ്മളിപ്പോൾ നേരത്തെ പേരോടിൻ്റെ ഒരു ക്ലിപ്പ് നേരത്തെ തുടങ്ങി വെച്ചല്ലോ. പേരോടിൻ്റെ പുതിയ ക്ലിപ്പ് വന്നിട്ട് ഞാൻ പറയില്ല, പേരോട് ചില സമയത്ത് സത്യം പറയുമെന്ന്. അതിൽ വലിയൊരു സത്യം പേരോട് പറയാം, ലോകം നിയന്ത്രിക്കുക CM അടവൂരല്ല അള്ളയാണ് എന്ന്. കേട്ടോളിട്ടോ, അന്നിട്ട് കൊടുത്താട്ടെ.
നമ്മൾ സാധാരണ റബ്ബുൽ മാൽ, അതുപോലെ തന്നെ പല വാചകങ്ങളും റബ്ബുൻ നാഖത്ത് എന്നൊക്കെ പറയും. ഒട്ടകത്തിന്റെ റബ്ബ്, അതുപോലെ സ്വത്തിന്റെ റബ്ബ് തന്നെ അതിന്റെ ഉടമസ്ഥൻ. നമ്മൾ സാധാരണ പറയുന്ന ഉടമസ്ഥൻ. റബ്ബുൽ ആലമീൻ, സർവലോകത്തിന്റെയും റബ്ബ് അത് ഒരുവൻ മാത്രമേ ഉള്ളൂ, അവനാണ് അല്ലാഹ് റബ്ബുൽ ആലമീൻ. ഇതേപോലെ തന്നെയാണ് മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. മഹാനായ ഇമാം തഫ്താസാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശർഹുൽ മുഖാസിദിന്റെ 4-ാം വാള്യം 39-ാമത്തെ പേജിൽ എഴുതിയത് കാണാം. വലാ നിസാഅ ലി അഹ്ലിൽ ഇസ്ലാമി ഫീ അന്ന തദ്ബീറൽ ആലമി വഖൽഖൽ അജ്സാമി വസ്തിഖാഖൽ ഇബാദതി വഖിദമ മാ യഖൂമു ബിനഫ്സിഹി കുല്ലഹാ മിനൽ ഖവാസ്. അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്, അതിൽ ഒരു മുസ്ലിമിനും തർക്കമില്ല. ഫീ അന്ന തദ്ബീറൽ ആലം, ആലമിന്റെ ലോകത്തിന്റെ നിയന്ത്രണം, വഖൽഖൽ അജ്സാം, അതുപോലെ ഖരവസ്തുക്കൾ, അതുപോലെ ശരീരങ്ങൾ, തടികൾ, അതിന്റെ സൃഷ്ടിപ്പ്, വസ്തിഖാഖൽ ഇബാദതി, ഇബാദത്തിനുള്ള അർഹത, ഇങ്ങനെ തുടങ്ങിയിട്ട് ഉള്ള സംഗതികളുണ്ടല്ലോ. അതുപോലെ അതാ ഖദീമായ നിലക്കുള്ള സിഫത്തുകൾ, അത്തരം കാര്യങ്ങളെല്ലാം അത് അല്ലാഹുവിന്റെ മാത്രമുള്ള പ്രത്യേകതയാണ്. കേട്ടല്ലോ. അതായത് ഇവരിങ്ങനെ മുദബ്ബിറുൽ ആലമാണ് സി എം മടവൂർ എന്ന് പറഞ്ഞപ്പോ പേരോടിന് ചില പ്രസംഗത്തിൽ പേരോട് വരുമ്പോ ഇബിലീസ് കുറച്ചങ്ങോട്ട് വിട്ടു 1 കിലോമീറ്റർ ദൂരെ. അപ്പോ മൂപ്പര് ഹക്ക് ഇങ്ങനെ പറയും. കാരണം ഫിത്രത്ത് അതാണല്ലോ, ഫിത്രത്തിൽ തൗഹീദ് ഉണ്ടാവുക. ആ ഫിത്രത്ത് മൂപ്പർക്ക് പുറത്തു വരുമ്പോ പറഞ്ഞ കാര്യ കാന്തപുരത്തിനാ മറുപടി, പേരോട് കാന്തപുരത്തിനാ മറുപടി. നമ്മൾ പറയുന്നതോ ലോകം മുഴുവനും നിയന്ത്രിക്കുന്നതിൽ അള്ള പറയുന്നുണ്ട്. എന്ത് അള്ള ചോദിക്കണം എവിടെ അറിയോ? 30-ാം അധ്യായം 40-ാമത്തെ വചനം. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയാള്? അവിടെ പറയാ അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും ഹൽ മിൻ ശുറകാഇകും. അല്ലാത്തൊരു ചോദ്യമാണ്. അള്ളയാണ് മരിപ്പിക്കുന്നത്, അള്ളയാണ് ജീവിപ്പിക്കുന്നത്. ഇതിൽ വല്ല പങ്കാളികളും അള്ളാഹ്ക്കുണ്ടോ? നിങ്ങൾ ഇങ്ങോട്ട് കാണിച്ചിരിക്കും. 31-ാം അധ്യായം 10-ാമത്തെ വചന, 11-ാമത്തെ വചന നിങ്ങൾ ഇങ്ങോട്ട് കാണിച്ചിരിക്കും. അപ്പൊ കൃത്യമാണ് ഇസ്ലാഹി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറയും. അടുത്തത്, ദുനിയാവിലും ആഖിറത്തിലും എന്ത് ഖൈറുണ്ടോ അതൊക്കെ സി എം മടവൂരാൻ നൽകുന്നതെന്നാണ്. എന്ത് ഖൈർ ദുനിയാവിലും ആഖിറത്തിലും. നേരത്തെ നിങ്ങളൊന്ന് ഇട്ടുപോയിരുന്ന ആ ക്ലിപ്പ്, 8-ാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2-ാമത്തേതില്ലേ വരുന്നേ. ദുനിയാവും തരാനുള്ളത് ശൈഖുനയാണ്, ആഖിറവും പാപികളായ ആഖിറുൽ സമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ശൈഖുനയാണ്, ആഖിറവും നൽകാൻ സാധിക്കുന്നവർ ശൈഖുന തന്നെ. നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിക്കണം. ദുനിയാവിലെ എല്ലാ ഖൈറും നമുക്ക് നൽകുന്നത് സി എം മടവൂരാണ്. ഞാൻ ചോദിക്കാണ്, ഇവന്റെ മതം ഏതാ? ഇവന്റെ മതം ഏതാണ്? ഏതെങ്കിലും ഒരു നബി ജീവിതത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നോക്കൂ, യൂസുഫ് നബിയുടെ ഒരു ദുആ 12-ാം അധ്യായം 101-ൽ, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി, എനിക്ക് നീ തന്നു രാജാധികാരത്തിൽ നിന്ന്, വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസി, സ്വപ്ന വ്യാഖ്യാനം നീ എനിക്ക് നൽകി, അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നീയാണ് എന്റെ വലിയ്യ്. പടച്ചവനെ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. ഖൈർ മുഴുവനും അല്ലാഹുവിൽ നിന്നാണ്. എന്തുണ്ടോ ദുനിയാവിലും ആഖിറത്തിലും, അതാ പ്രവാചകന്മാർ പഠിപ്പിച്ചത്. റബ്ബന ആതിനാ ഫിദ്ദുനിയ, ദുനിയാവിൽ നീ നല്ലത് നൽകണേ, വഫിൽ ആഖിറ, ആഖിറത്തിലും നല്ലത് നൽകണേ. ഇനി ഇമ്മ ഇലിയാർ പ്രസംഗിച്ച പ്രകാരമാണെങ്കിൽ റബ്ബന നല്ലത് പറയണ്ടേ?
സീമടപുരി എന്നല്ല പറയുന്നത്. ആലോചിച്ച് നോക്കി നിങ്ങള്, ചിന്തിക്ക്. സൂറത്ത് ഇബ്രാഹിമിന്റെ 7-ാമത്തെ വചനമുണ്ട്, വൈദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് നിയമത്ത് തന്നിട്ടുണ്ട്. അല്ലാഹ് പറയാ, ഇവര് പറയുന്നത് സീമടപുര. ചിന്തിക്കുക. ഒരു ക്ലിപ്പൂടി കേട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഒരു ക്ലിപ്പൂടി കേട്ടിട്ട് വിശ്വാസം കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് പറയാനാണ്. ഒരു ക്ലിപ്പൂടി നിങ്ങൾ കേട്ടോളൂ. ഒരുപാട് സ്ഥലങ്ങളിൽ ശൈഖുന എത്തിയപ്പോ 10-20 കൊല്ലങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന ഉമ്മമാരെ കണ്ടപ്പോൾ, സഹോദരിമാരെയും സഹോദരന്മാരെയും കണ്ടപ്പോ ശൈഖുന മക്കള് വേണ്ടേ എന്ന് ചോദിച്ച് ആ ആളുകൾക്ക് സ്വാന്തനം നൽകി. അവർക്കൊക്കെ മക്കളുണ്ടായി. 25 കൊല്ലമായി ആമിന എന്ന സ്ത്രീ കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കാണ്. ആ ആമിന ഉമ്മാന്റെ വീട്ടിന്റെ മുമ്പിലൂടെ ശൈഖുന ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ വീട്ടുകാരിയായ ആമിനയെ നോക്കിയിട്ട് ശൈഖുന ചോദിച്ചു, മക്കളെ വേണോ? ആമിന ഉമ്മ പൊട്ടിയൊക്കെ കരഞ്ഞു, അട്ടഹസിച്ച് കരഞ്ഞു. സങ്കടം പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. 25 കൊല്ലമായല്ലോ. ഒരു മോളെ തരാൻ, ഒരു മോനെ തരാൻ, ഒരു കുഞ്ഞിനെ തരാൻ പാതിരാത്രികളിൽ കരങ്ങൾ മലർത്തിയിട്ട് നിസ്കാരപ്പായിൽ നിന്ന് ദുആയിലാണല്ലോ. ഇന്നുവരെ റബ്ബ് എന്റെ ദുആ സ്വീകരിച്ചില്ലല്ലോ. എന്റെ വീട്ടുകാരിൽ പലർക്കും, എന്റെ അയൽവാസികൾക്കും നാട്ടുകാർക്കും ധാരാളം ആളുകൾക്ക് മക്കളെ കൊടുക്കുന്ന റബ്ബേ, നീ എനിക്ക് മക്കളെ തരുന്നില്ലല്ലോ. ഈ സങ്കടത്തിലാണ് ആമിന എന്ന ആ ഉമ്മയുള്ളത്, സഹോദരിയുള്ളത്. സുഹൃത്തുക്കളെ, ശൈഖുന സ്ത്രീയുടെ മുമ്പിൽ നിന്ന് ചോദിച്ചു, മക്കളെ വേണോ? ആ പെണ്ണങ്ങ് പൊട്ടിക്കരഞ്ഞ് വേണം. 25 കൊല്ലമായി ഞാൻ ആ സങ്കടത്തിലാണ്. ശൈഖുനോട് പറഞ്ഞപ്പോ ആ പെണ്ണിനോട് പറയുന്നു, ഖുതുബുൽ ആലം, നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകും കേട്ടോ. നിങ്ങൾ അടുത്ത കൊല്ലം ഉമ്മയാണ് കേട്ടോ. ശൈഖുന വാക്ക് പറഞ്ഞു, തിരിച്ചുപോയി. 10 മാസം പിന്നിട്ടേണ്ട താമസമുണ്ടായി. ആ പെണ്ണിനതാ കുഞ്ഞ് പിറന്നു. ഖുതുബുൽ ആലം ശൈഖുന മടവൂർ. കേട്ടില്ലേ എല്ലാരും? റസൂലിന്റെ ഒരു ഹദീസ് ഉണ്ട്, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅതൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഅ അൻതും വലാ ബാഉകും. ചില ദജ്ജാലുകൾ വരും, ഒരു ചില പ്രസംഗങ്ങൾ പ്രസംഗിക്കും, നിങ്ങളെ വാപ്പാരോ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാവില്ല, നിങ്ങളെ കണ്ണടക്കം തുർത്തി പോകുന്നു റസൂൽ പറയാ, ഓന്റെ വിവരക്കേട് കേട്ടിട്ട്. ഇനി മാത്രമല്ല, നിങ്ങളൊക്കെ ചിന്തിക്ക്, നമ്മുടെ മഹലിലെ പള്ളീൻ്റെ കാളിയാര് നമ്മളെ വീട്ടിന്റെ മുറ്റത്ത് നിൽക്കുന്ന പെണ്ണിനോട് ചോദിക്കാൻ എനിക്ക് കുട്ടികളെ പോകണമെന്ന് വെച്ചാൽ കണ്ണടിച്ച് പൊട്ടിച്ച് കളയില്ല നമ്മള്. ഞാൻ തമാശ ചോദിക്കല്ല. ഇപ്പോൾ പ്രസവിക്കാത്ത നമ്മളെ ഭാര്യനെ കാണുമ്പോൾ ഉസ്താദ് ചോദിക്കാൻ, ആമിന നമുക്ക് മക്കളെ വേണോ? അടി കിട്ടൂല കണ്ണിന്. മാന്യതല്ലാത്തവനായിരുന്നോ സീമടവൂര്? മാത്രമല്ല, എനിക്കൊരു കാര്യം ഉറപ്പായി, സീമടവൂര് ഖുർആൻ ജീവിതത്തിൽ കണ്ടിട്ട് തന്നെയല്ല, കണ്ടിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. ഖുർആൻ ജീവിതത്തിൽ കാണാത്തൊരു മനുഷ്യനായിരിക്കും അയാള്. കാരണം ഖുർആൻ കണ്ടൊരാൾ. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയിൽ ഒരു ഫാമിലിക്ക് കുട്ടിയില്ല. വേറെ ഒരു സഹാബി ചോദിക്കുക കേട്ടോ, അല്ല കല്യാണമൊക്കെ കഴിച്ചിട്ട് കുട്ടികളില്ല അല്ലേ? റസൂല് കുട്ടികളെ തരുന്ന അബൂബക്കർ സിദ്ദീഖ് സ്വർഗത്തിന്റെ 8 വാതിലൂടെ വിളിക്കപ്പെടുന്ന ആളാണ്. ചിറ്റടിമിത്തൽ അബൂബക്കർ അല്ലട്ടോ, മുഹമ്മദ് നബി വളർത്തിയെടുത്ത അബൂബക്കർ സിദ്ദീഖ് സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ. അബൂബക്കർ സിദ്ദീഖിനോട് ചോദിക്കാറുണ്ടോ? ഇല്ല, പറഞ്ഞു കൊടുക്കുക കേട്ടോ. അദ്ദേഹം ഈ സഹാബി പറഞ്ഞു കൊടുക്കാൻ, വഹാബി സഹാബി കേൾക്കുമ്പോ നല്ലൊരു മുഞ്ചില്ല നിങ്ങൾക്ക്, ഞാൻ കേട്ടോളിട്ടോ. സഹാബി പറഞ്ഞു കൊടുക്കുകയാണെന്ത്, നീ കേട്ടിട്ടില്ലേ സൂറത്ത് നൂഹിലെ വചനം? അതാണ് ഒരു മുക്മിന്റെ ലക്ഷണം. സിയമട ഒരു മുക്മിനായിരുന്നെങ്കിൽ ചോദിക്കാം എന്നോട്, എന്താ കുട്ടികളില്ലല്ലേ? ഖുർആനിലെ സൂറത്ത് നൂഹിൽ ഇങ്ങനെ ഒരു വചനുണ്ട്, അതനുസരിച്ച് നീ അമല് ചെയ്താൽ എന്നല്ലേ പറയണ്ട്. ഈ സഹാബിനോട് പറയുന്നത് അറിയോ? ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലി സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. 71-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വചന.
ഇതിന്റെ അർത്ഥം എന്താ അറിയോ? നൂഹ് നബി പറയാണ് 5 ഔലിയാക്കള്. KV മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാട് പറയുന്നുണ്ട് സൂറത്ത് നൂഹിന്റെ വ്യാഖ്യാനത്തിൽ, അദ്ദേഹത്തിന്റെ പരിഭാഷയില്, വഹിയ അസ്മാഉ റിജാലും സ്വാലിഹീന മിൻ ഖൗമി നൂഹിൻ. നൂഹ് നബിന്റെ കാലത്തെ സ്വാലിഹീങ്ങളായ 5 ഔലിയാക്കളായിരുന്നു ഇവര്. ആ ഔലിയാക്കളെ വിളിച്ച് ദുആ ചെയ്തവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരോട് നൂഹ് നബി എന്താ പറയുന്നത് അറിയോ? ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അല്ലാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിക്കോ, തെറ്റുകൾ കൂമ്പാരമായി നീ ചെയ്താലും നീട്ടുന്ന കൈകൾ തട്ടാത്ത റബ്ബാ. പിന്നെയും എത്ര തെറ്റ് ചെയ്താലും പടച്ചോലേക്ക് അല്ലേ? അങ്ങനെ നൂഹ് നബി, എന്നിട്ട് നൂഹ് നബി എന്താ പറയുന്നത്? ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. എന്താ പറയുന്നത്? നിങ്ങൾക്ക് സമ്പത്ത് തരും, നിങ്ങൾക്ക് കുട്ടികളെ തരും, നിങ്ങൾക്ക് അരുവികൾ ഒഴുക്കി തരും, നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കി തരും. എന്ത് ചെയ്താല്? അള്ളാഹിനോട് പൊറുക്കലിനെ തേടിയാൽ. ഈ സഹാബി ഇവരോട് ചോദിക്കുക, കുട്ടികളില്ലാത്തവരോട്, നിങ്ങൾക്ക് ഈ ആയത്ത് പ്രകാരം അമൽ ചെയ്താൽ മതി. സി എം അടവൂരോ ഞാൻ തരും എനിക്ക് കുട്ടികളെ. ഏതാക്കീത? ഇബ്രാഹിം നബി റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. ഇനി വേറൊന്നുകൂടി കേൾക്കണ്ടേ? ഈ ആമിനത്താത്താന്റെ ഈമാൻ എന്താ? ഇത് ശരിയാണെങ്കിൽ ഈ ആമിനത്താത്ത 25 കൊല്ലം അള്ളഹാനോട് ചോദിച്ചു എന്നാ. എന്നിട്ടോ ഒരാൾ വന്നിട്ട് ചോദിക്കാണ് കുട്ടികളെ വേണോന്ന്. ശരിക്കും ഇബ്രാഹിം നബിനെ തീ കുണ്ടാരത്തിൽ ഇട്ടപ്പോ ജിബിരിയിൽ ചോദിച്ചു എന്റെ സഹായം വേണോ? വേണ്ടാന്ന് പറഞ്ഞതിന്റെ പേരിലായി ഇബ്രാഹിം നബി നമുക്ക് മാതൃകയായത്. ആമിനെ ശരിക്കും പറയേണ്ട എന്താ? ഓ കള്ള കാക്കാടുന്ന് 10 കൊല്ലം നിസ്കരിക്കാത്തെ എനിക്ക് കുട്ടികൾ തരാൻ പറ്റും, 25 കൊല്ലം റഹ്മാന റബ്ബിനോട് ഞാൻ ചോദിക്കണ് എന്നല്ലേ ആമിൻ താത്ത പറയേണ്ട. ഈമാൻ ഉണ്ടായിരുന്നെങ്കിൽ ആമിൻ താത്തക്ക് അത് ലെവലേഷൻ ഇല്ലാത്തതുകൊണ്ട് ആമിൻ താത്ത എനിക്ക് കുട്ടിനെ കിട്ടിയത് അള്ളാഹ് ഞാൻ ഒഴിവാക്കിയെന്ന് ആലോചിക്കണം. നേരെ മറിച്ച് സക്കരിയ നബിയോ 19-ാം അധ്യായം തുടക്കം അതിന്റെ 4 പറയാ നിദാഅൻ ഖഫിയ. പടച്ചോനെ ഞാൻ മെല്ലെ അള്ളാഹിനോട് ദുആ ചെയ്യാ. എന്നിട്ട് എന്താ പറയണേ? പടച്ചോനെ എന്റെ തലമുടി നിരബാധിച്ച് കത്തി, എന്റെ എല്ലുകൾ ദുർബലമായി, ഞാൻ അശക്തനായി. പക്ഷേ ഞാൻ നിരാശനല്ല, എന്റെ ഭാര്യ വന്ധ്യയാണ്. അതാ പ്രവാചകന്മാരുടെ ബാധ. നിങ്ങളെ ബാധ ഏതാ? നിങ്ങൾക്ക് എന്ത് പാരമ്പര്യമുള്ളത്? നിങ്ങൾക്ക് എവിടുത്തെ പാരമ്പര്യമുള്ളത്? അതുകൊണ്ട് ഈ വൈജ്ഞാനിക സമ്മേളനത്തിൽ, ഈ ആദർശ സമ്മേളനത്തിൽ ഞങ്ങൾ ആ ആശയം മുന്നോട്ട് പോകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിലൂടെ. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആയത്ത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളിട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, നമുക്കറിയാലോ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക. അല്ലാഹയാണ് ഞങ്ങളുടെ റബ്ബ്. അല്ലെ എല്ലാവരും അങ്ങനെയാ. അല്ലാഹുവിനേക്കാൾ വലുതായി നമുക്കൊന്നുണ്ടാകാൻ പാടില്ല. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഒരാളുടെ ഈമാൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ വിചാരിച്ചേ? ഈമാൻ ഉണ്ടാകുക പറഞ്ഞാൽ ദുനിയാവിൽ മറ്റെന്തിനേക്കാളും അല്ലാഹു റസൂൽ ഒരാൾക്ക് ഏറ്റവും മുന്തിയതാകണം. അല്ലേ? വലൗ കാന ആബാഉകും വഅബ്നാഉഹും. അല്ലാഹ് എവിടൊക്കെ എന്തൊക്കെ രൂപത്തിൽ പറഞ്ഞു? അഹബ്ബ ഇലൈക്കും മിനല്ലാഹ് ദാഖതുൽ ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജലത് ഖുലൂബുഹും. അല്ലാഹനെ പറ്റി പ്രസ്താവിക്കപ്പെട്ട ഹൃദയം പേടിച്ചു കിടക്കണം. ഇവർ പറയുന്നത് മൊയ്തീൻ ഷൈഖിനെ പറ്റി പറഞ്ഞാൽ പേടിച്ചു കിടക്കണം. വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും സമയത്തിൻ്റെ കുറവ് കൊണ്ട് ചുരുക്കി, നമ്മൾ 8:25 കഴിഞ്ഞിട്ടാണ് തുടങ്ങി സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ വിശ്വാസം കറക്റ്റ് ആകാതെ, പെർഫെക്റ്റ് ആകാതെ അതിൽ അണുകിട, അത് യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിഖൗലി സാബിത്ത് ഫിൽ ഹയാത്തുദ് ദുനിയ. ദുനിയാവിലും ആഖിറത്തിലും അള്ളങ്ങൾ ഉറപ്പിച്ച് നിർത്തുക കരുത്തുറ്റ ഈമാൻ കൊണ്ടാണ്. ശരിക്കും നോക്കൂ, മോനെ നഷ്ടപ്പെട്ടു. യാക്കൂബ് നബി പറയുന്നത് ഫസബറുൻ ജമീൽ വല്ലാഹുൽ മുസ്തആൻ അലാ മാ തസിഫൂൻ. 12-ാം അധ്യായം 18. മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് യൂനുസ് നബിയോ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. 21-ാം അധ്യായം 83-ൽ എന്താ പറയുന്നത്? വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ദുർ വഅൻത അർഹമുർ റഹീമീൻ. രോഗം വന്നപ്പോ എല്ലാം പടച്ചവനോട്. വിശുദ്ധ ഖുർആൻ, ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ, അതിശയോക്തി പറയണ്ട. ഖുർആൻ ഒരാൾ വായിച്ചാൽ വഹാബിസം കുത്തി നിറച്ച ലോകത്തിലെ ഏക ഗ്രന്ഥാണ്.
വേറെ ഏത് പുസ്തകങ്ങൾ വായിച്ചാൽ ഫുൾ വഹാബിസം ഉണ്ടാവില്ല. വഹാബിസം 100% നിറച്ചെഴുതിയ ഒറ്റ ഗ്രന്ഥമുള്ളൂ ആകാശത്തിന്റെ ചോട്ടിൽ. അത് മുസ്ലിമിന്റെ കയ്യിലുള്ള വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിൽ ജമാഅത്തെ ഇസ്ലാമിന്റെ ആദർശമല്ല, ആ ഖുർആനിൽ സമസ്തന്റെ ആദർശമല്ല, ആ ഖുർആനിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ആദർശമല്ല, ആ ഖുർആനിൽ തബ്ലീഗ് ജമാഅത്തിന്റെ ആദർശമല്ല, ആ ഖുർആനിൽ ഖാദിയാനികളുടെ ആദർശമല്ല, ആ ഖുർആനിൽ ഷിയാക്കളുടെ ആദർശമല്ല, ആ ഖുർആനിൽ ഖവാരിജികളുടെ ആദർശമില്ല, ആ ഖുർആനിൽ മുഅ്തസിലിയാക്കളുടെ ആദർശമില്ല, ആ ഖുർആനിൽ ജഹ്മിയാക്കളുടെ ആദർശമില്ല, ആ ഖുർആനിൽ ഖദരിയാക്കളുടെ ആദർശമില്ല. ആ ഖുർആനിൽ വഹാബിസം മാത്രമാണ്. ഇനി ഒരു 2 മിനിറ്റ്, ഒരു വലിയ സമ്മേളനം നടക്കാൻ പോവാണ് കടപ്പുറത്ത് ഒരുപാട് സമ്മേളനം നടന്നിട്ടുണ്ട്, ഒരുപാട് സമ്മേളനം. എല്ലാം വേറിട്ട സമ്മേളനമായിരുന്നു വിസ്റ്റം ആദ്യമായി ഉണ്ടാക്കിയൊരു സമ്മേളനം. നിങ്ങൾക്ക് ഓർക്കുണ്ടാവും. അതിൻ്റെ 2ാമത്തെ സമ്മേളനമാണ് നാളെ നടക്കാൻ പോകുന്നത്, അഥവാ 12-ാം തീയതി നടക്കാൻ പോകുന്നത്, ഫെബ്രുവരി 12. ഞാൻ ഒറ്റ കാര്യം പറയാം. 4:15 ആ സമ്മേളനം സ്റ്റാർട്ട് ചെയ്യും. 10 മണി ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്ത് നമ്മൾ വൈൻഡപ്പ് ചെയ്യും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ദുആ ചെയ്യേണ്ടത് എന്താ അറിയോ? അവിടെ പങ്കെടുക്കണമൊക്കെ സാധാരണ മനുഷ്യന്മാരാണ്. കെട്ടിലും മട്ടിലും ഒന്നും പ്രത്യേകിച്ച് പുതുമയൊന്നും ഇല്ലാത്ത കുറച്ച് മനുഷ്യന്മാർ. നിങ്ങൾക്കറിയാലോ ഫൈസൽ മൗലവി എന്നൊക്കെ പറഞ്ഞാൽ ഫൈസൽ മൗലവി ഇപ്പോൾ പേരൊന്നും അറിയുന്നറിയോ? പരസ്യമായിട്ട് മൈതാനത്ത് ഞാൻ റെഡിയാക്കി ഇങ്ങോട്ട് വാന്ന്. അതിന് ധൈര്യം എൻ്റെ അത്രയേ ഉള്ളൂ. ഫൈസൽ മൗലവി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എൻ്റെ അത്രയേ ഉള്ളൂ. കണ്ടാലും ഇങ്ങനെ എടുക്കാൻ. എന്നിട്ട് എന്തേ ഇപ്പം ഇങ്ങനെ ഒരു ധൈര്യോ പേരോടിനോട്? അതാ കയ്യിലെ മുതലില്ലേ, ആ മുതലിന്റെ ധൈര്യ. ഏത് മുതല്? വൈദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹ് വഇല റസൂലി ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാനാ അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. സൂറത്ത് മാഇദയിലെ 104. അല്ലാഹു അവതരിപ്പിച്ച ഖുർആനിലേക്കും സുന്നത്തിലേക്കും വരി. ഞങ്ങളെ ബലം അതാ, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, അതിൽ മായം ചേർത്തിട്ടില്ല. അതുകൊണ്ട് കടപ്പുറത്തെ സമ്മേളനത്തിൽ 4:15 വന്ന 10 മണിക്ക് നിങ്ങളെ മനസ്സിൽ എന്താ ഉണ്ടാകറിയോ? ഇത് അവസാനിക്കരുതേന്ന്. ആ സമ്മേളനം എങ്ങനെയായിരിക്കണം സമ്മേളനമെന്നും എങ്ങനെയാവരുത് സമ്മേളനമെന്നും അതിൻ്റെ അക്കീദ എന്തായിരിക്കണമെന്നും അത് അവതരിപ്പിക്കേണ്ടത് എങ്ങനെയായിരിക്കണമെന്നും എങ്ങനെ തുടങ്ങി എങ്ങനെ വൈൻഡപ്പ് ചെയ്യണമെന്നും എന്തൊക്കെ വിഷയങ്ങളാണ് ഇതിൽ ഉൾപ്പെടേണ്ടത് എന്നും ലോകത്തെ ഇന്ത്യയിലെ ഫാസിസം അതിനെ നേരിടുന്ന വൈജ്ഞാനികമായ താവളങ്ങൾ എന്തായിരിക്കണമെന്നും ആധുനിക ജനതയുടെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതികളിലെ ചതിക്കുഴി എന്തായിരിക്കുമെന്നും യുവാക്കളെയും ഫ്രീ തിങ്കേഴ്സ് എങ്ങനെയാണ് ഹൈജാക്ക് ചെയ്യുന്നത് എന്നും ലോക മുതലാളിത്തം സ്ത്രീകളുടെ സൗന്ദര്യത്തെ എങ്ങനെയാണ് വിറ്റ് കാശുണ്ടാക്കുന്നത് എന്നും ഇസ്ലാമിന്റെ പരമ്പര എന്താണെന്നും ഇസ്ലാമിന്റെ പ്രമാണം എന്താണെന്നും ബിഇദ്നില്ല ഇൻഷാ അല്ലാഹ് കടപ്പുറത്ത് അനാവരണം ചെയ്യപ്പെടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളത്. ആയിഷ ബീവിയുടെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മദ്യപിക്കരുത് എന്നായിരുന്നു നബി പ്രസംഗിച്ചതെങ്കിൽ, വ്യഭിചരിക്കരുത് എന്നായിരുന്നു നബി പ്രസംഗിച്ചതെങ്കിൽ ഈ ഉമ്മത്ത് മാറുമായിരുന്നില്ല. 13 കൊല്ലം വിശ്വാസരംഗത്തെ ശിർക്ക് സംസ്കരിച്ച് ഷിർക്കിനെ മുഴുവൻ തമസ്കരിച്ച് ഷിർക്കിൽ നിന്നും മനുഷ്യരെ ശുദ്ധീകരിച്ച് അവരെ സ്ഫുടം ചെയ്ത് വിളിയടാ ലാത്ത വല്ലുസ എന്ന് പറയുമ്പോ അഹദ് 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 എന്ന് പറയുന്ന ഒരു ജനതയെ ഉണ്ടാക്കി. റബീബിൻ ആമിറിനെ ഉണ്ടാക്കി, ജാഫർ ബിൻ അബീ ത്വാലിബിനെ ഉണ്ടാക്കി, അംർ ബിൻ ജമൂനെ ഉണ്ടാക്കി, മിസ്അബിനെ ഉണ്ടാക്കി. അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സ്വല്ലൈനാ ഫഅൻസിലൻ സകീനതൻ അലൈനാ വസബ്ബിത്തുൽ അഖ്ദാമ ഇല്ലാ ഖീന. അങ്ങനത്തെ ഒരു ഉമ്മത്തിനെ ഉണ്ടാക്കി. മദ്യത്തിൽ നിന്ന് മുക്തമായ ഒരു ഉമ്മത്തിനെ, വ്യഭിചാരത്തിൽ മുക്തമായ ഒരു ഉമ്മത്തിനെ, അള്ളാനെ പേടിക്കുന്ന ഒരു ഉമ്മത്തിനെ, അള്ളാനെ ഭയപ്പെടുന്ന ഒരു ഉമ്മത്തിനെ അവർ സൃഷ്ടിച്ചു. നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരു ഖൈർ ഉമ്മത്തിനെ വിശ്വാസത്തിന്റെ കരുത്തിലൂടെ ആ ജനതയെ നബി വാർത്തെടുത്തു. ആ പ്രവാചകൻ അല്ലദീന യത്തബിഊന റസൂല നബിയൽ ഉമ്മിയല്ലദീ യജിദൂനഹു മക്തുബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ യഅമുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹും അത്വയ്യിബാ വയുഹർരിമു അലൈഹിം അൽ ഖബായിസ വയളു അൻഹും മിസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം ഫല്ലദീന ആമനൂ ബിഹി വഅസ്റൂഹു വനസറൂഹു വത്തബഉൻ നൂർ അല്ലദീ ഉൻസില മഅഹു. 3 മണിക്കൂർ പോലും ഈ ആയത്ത് വിസ്തരിച്ചാൽ മതിയാവൂല. 7-ാം അധ്യായം 157. ആ നബി വന്നു, നന്മ കൽപ്പിച്ചു, തിന്മ വിരോധിച്ചു, നല്ലത് അനുവദിച്ചു, എല്ലാ ചീത്ത കാര്യങ്ങളും ഉപേക്ഷിക്കാൻ പറഞ്ഞു,
പുകവലിക്കരുതെന്ന് പറഞ്ഞു, പെപ്സി കുടിക്കരുതെന്ന് പറഞ്ഞു, കോള കുടിക്കരുതെന്ന് പറഞ്ഞു, ശരീരത്തെ കേടുവരുത്തുന്ന ഒരു ഭക്ഷണവും നിങ്ങൾ കഴിക്കരുതെന്ന് പറഞ്ഞു, നല്ലതല്ലാത്ത ഒന്നും നിങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അല്ലാഹു നല്ലത് മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ആ നല്ലത് അല്ലാഹു നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടില്ലെന്ന് പറഞ്ഞു. ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും ശുദ്ധീകരണം പറഞ്ഞു. കാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. അതുകൊണ്ടാണ് പാൽക്കാരി പെൺകുട്ടി എന്ത് ചെയ്തത് വോൾട്ടയർ പോലും അറിയുന്ന ഒരു വാക്കുണ്ട്, എന്റെ പാൽക്കാരൻ ദൈവവിശ്വാസി ആയതുകൊണ്ട് ഞാൻ കഴിച്ചില്ലായി, ഓൻ പാലിൽ വെള്ളം ചേർക്കൂല. അതാണ് ഉമർ ബിൻ ഖത്താബ്, എന്റെ മോന്റെ ഭാര്യ, അതിൽ നിന്നുണ്ടായ ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഇവരൊക്കെ ലോകത്തുണ്ടായത്. ഞാൻ എന്റെ ഭർത്താവില്ലെങ്കിലും ഞാൻ ഒരു തെറ്റും ചെയ്യില്ല എന്ന വിശ്വാസത്തിലേക്ക് അവർ വന്നത് ഈ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസത്തിലൂടെ വിശുദ്ധിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു ഉമ്മത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുന്ന ആദർശാധിഷ്ഠിത പ്രസ്ഥാനത്തിന്റെ മെമ്പർമാരാകാനും അതിന്റെ ഒഴുക്കിനനുസരിച്ച് ഒഴുകാനും ആ ആദർശത്തിന്റെ മുന്നണി പോരാളികളാവാനും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ എന്ന് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദത്തിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അശാന്തിയുടെ ലോകത്ത് നിന്ന് ശാന്തതയുടെ ലോകത്തേക്ക് അള്ളാഹു നമുക്ക് പ്രയാണമുണ്ടാക്കുമാറാകട്ടെ. എല്ലാവിധ ഷെറിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഷിർക്കിന്റെ കൂടാരങ്ങളിൽ നിന്ന് അതിൽ പെട്ടുപോയവരെ അള്ളാഹു രക്ഷപ്പെടുത്തി ഫിർഖത്തുൻ നാജിയുടെ കപ്പലിലെ മെമ്പർമാരാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തൗഹീദിൽ അധിഷ്ഠിതമായി മരിച്ചുപോയ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ത്യയിൽ ഇന്ന് അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ശാന്തിയിൽ നിന്നും അവർക്ക് അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ സമ്മേളനത്തെ വൻ വിജയമാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ സമ്മേളനം ഒരു ആദർശ സമ്മേളനമായി തീരട്ടെ. നമ്മുടെ സമ്മേളനം നമുക്ക് സന്തോഷം നൽകുന്നതാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിൽ ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലിൽ ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.